ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ സച്ചു ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ നമ്മുടെ സർവീസ് വരണം. അപ്പോൾ നമ്മുടെ സർവീസിനെല്ലാം ഇന്നലെ യാത്രയിൽ തന്നെ സാധനം വന്നിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് സർവീസിന് പോകാനുള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഓടി ഗായ്സ്. സാധനം എടുത്തിട്ടുണ്ട് ഗായ്സ്. ഇതാണ് ഓടി. നല്ല വിലയുള്ള സാധനമാണ്. ഇന്നലെ തന്നെ ഞാൻ ചാവിയിലെടുത്ത് ഇവിടെ വെച്ചിനായിരുന്നു. അതെടുത്ത് വെച്ചെന്ന് വെച്ചാൽ പിന്നെ കുറേ ആൾ സംശയം ചോദിച്ചാൽ ഈ സാധനം എങ്ങനെയാണ് പൊന്തുവാണ്. അത് വണ്ടി സ്റ്റാർട്ടായി കഴിയുമ്പോൾ അത് താനെ പൊന്തിക്കോളും. നൈസ്. കുറേയൊക്കെയുള്ള സംശയമായിരുന്നു. ആരും ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അറിയാത്തവർക്കും അറിയുന്നവർക്കെല്ലാം വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വീട്ടിൽ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് ചെരിഞ്ഞ് പോകാം. ചെറുതായിട്ട് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റാക്കും. ഓക്കെ സെറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വിടാം. സ്പാഞ്ഞും കളിയാണ്. അന്നേരം പോലെ മറിയാണ്ടിരുന്നതിനും ഞാനത് ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. മറിയുന്നത് അതെന്ന് വെച്ചാൽ ഒരു ഭാഗത്തില്ല. നിങ്ങൾ പറഞ്ഞ പോലത്തെ ഈ പൊന്തുന്ന സാധനം ഇത് താന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് പൊന്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ചെരിയും അപ്പാടത് കുത്തിയിട്ട് നല്ലോണം മറിഞ്ഞു. ഇതുകൊണ്ട് ചെരി മാർക്കുന്നു. ലെജൻഡർ തന്നിട്ട് ഓറായത് കളി കളിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഒരു ഈ ലെജൻഡറില്ലേ കണ്ടോ, ഇങ്ങനെ റോട്ട് മുന്നിൻ്റെ മുമ്പിൽ ചാടി നൈസ് ഞാൻ പറഞ്ഞ. അപ്പോൾ അത് മറിയാത്തതുകൊണ്ടാണ്, അത് പൊന്താത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മറിഞ്ഞത്. ഇല്ല ചെരിയുമ്പോൾ ഒന്നാവില്ല ഗൈസ്. നമുക്ക് പോവാം ഗൈസ്. അല്ല ബുക്കാട്ടിയില്ല, സ്പീഡിൽ പോയി കൊടുക്കുക. വേറെ ഈ റോഡിൻ്റെ നിയമം അനുസരിച്ച് എല്ലാം എന്താ കയറിപ്പോയത് കേട്ടോ. സംഭവം ഇങ്ങനെ പുക കൊണ്ടാണ് ഇങ്ങനെ. അതാ ഒരു ഓടി പോകണം. ഇത് ഓടിയല്ലേ? അത് ഓടിയാണ് ഐസ്. ഇന്ന് നമുക്ക് ഷോറൂമിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഞെക്കിയിട്ട് എൻ്റെ ഫസ്റ്റ് സർവീസ് വീഡിയോ കണ്ടോ. ഓരോരോ സീരിയസ് പോലെ അങ്ങനെ ഞാൻ വരുന്നത്. സീരിയസ് 2 ആണിത്. ഗൈസ് അപ്പോൾ നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അതൊരു ലംബോർഗിനി. ഗൈസ് നമുക്ക് ഇവിടെ നിർത്താം. വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കാൻ പോയി. നമുക്കും വീട്ടിൽ പോയിട്ട് ഫുഡെല്ലാം കഴിക്കണം. നമുക്കിപ്പോൾ കാറ് ഗൈസ് ഒരു പ്രശ്നമുണ്ട്. സാറ് എന്നാണ് ഗൈസ്. കാറ് അടുപ്പിച്ച് വെച്ചോണ്ട് നമുക്ക് പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അയ്യോ ഗൈസ്, എൻ്റെ മുട്ട് ഗൈസ്, മുട്ടിനാണ് പറ്റിയത് ഗൈസ്. നല്ല വേനയുണ്ട്. വലത്തേക്കാലിന് മുട്ടിന് മറ്റേത് നമുക്ക് തുള്ളുന്നതിനടുത്ത് നൈസ്. ഓക്കെ കപ്പട് പൊട്ടാൻ തോറും ഇരിക്കണം. ഇനി ഈടുന്നൊന്ന് തിരിച്ചു എന്തരിച്ച കണ്ട ഇവിടെ തട്ടും. എന്താണ് ഞാൻ തിരിച്ചു അതെന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഈ കാറിൻ്റെ ഒരു ഇത് ആ കമ്പീൻ്റെ ഒരു ഇതും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു തീ പോലത്തെ സാധനം. മറ്റേ നമ്മൾ ഈ ഇരുമ്പിൻ്റെ സാധനമെല്ലാം മുട്ടണം അതേപോലത്തെ ഒരു സ്പാർക്കിളാണ് ഉണ്ടാകുന്നത്. കുറേ ആൾക്ക് സംശയം ഉണ്ടാകും എന്താ സമയം. ഇനി മറ്റേ ഇതും കൂടി എടുക്കാം. നല്ല പക്ഷെ ഓടിയിരിക്കും കുറച്ച് സമാധാനമുണ്ട്. അടുത്തേക്കാലിൻ്റെ മുന്നിൽ നമുക്ക് പോവാം. അത്
അയ്യോ അത് ഗൈസ് വീണു. പറഞ്ഞിട്ടേ ഉള്ളൂ. തലിയടിച്ച് ഇപ്പുറത്തെ 2 കുട്ടിൻ്റെ ആദ്യത്തെ തീരുമാനം. ഇപ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. ഈ സമയം റേസ് എടുക്കുമ്പോൾ പിന്നെ ചെടി ഒരു ഭാഗം ചേച്ചി. ഓക്കെ ഇപ്പോൾ ഓക്കെ. സ്പീഡിലാണ്. ബാക്കിലത്തെ പറഞ്ഞ തട്ടുന്നുണ്ട്. എന്നെ പറയരുത്. ഷോറൂമിൻ്റെ ആൾക്കാരോടാണ്. ഷോറൂമിൻ്റെ ആൾക്കാർ കാണാണ്ട് ആദ്യം ഐസിന് നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് പോവാൻ. ഇവിടുന്ന് തിരിക്കാൻ കുറച്ച് പാടാവുന്നല്ല. ഓക്കെ ഐസ് നമുക്ക് തിരിച്ചു നോക്കാം. എടുക്കില്ല. ഇങ്ങനെ തിരിച്ച് അങ്ങ് എടുക്കായിരുന്നു. കുറച്ച് പാടാണ്. നമുക്ക് ചുറ്റിയിട്ട് വരാം. ഈ ഷോറൂം ഒന്ന് ചുറ്റാം ഗായ്സ്. അപ്പം നമ്മൾ ഷോറൂമിൽ ചുറ്റുന്നതാണ് ഗായ്സ്. നമ്മൾ ഷോറൂമിൽ ചുറ്റിയിട്ടുണ്ട്. നമുക്ക് നേരെ മെല്ലനെ ഇവിടെ ഇനി പ്രശ്നമാണ് ഗായ്സ്. വണ്ടി ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും പോവാം. പക്ഷെ ഇതെവിടെയും അടിക്കുന്നത് നോക്കണം. എൻ്റെ വണ്ടിക്കൊന്നും പറ്റില്ല. ഇടിച്ചാൽ ബാക്കിലത്തെ ട്രെയിനറിന് മറ്റേതോ വണ്ടിക്ക് ഇടിച്ചില്ല. അപ്പോൾ ആ വണ്ടി ഉള്ളൊടിഞ്ഞ് കൊലക്കാക്കിച്ച് പോലെയായിപ്പോൾ ഗൈസ്. അന്ന് തന്നെ നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുത്തുകൊണ്ടാന്ന് തോന്നുന്നു ഗൈസ്. ആയിട്ടില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ റോട്ടിൻ്റെ സ്പീഡിലെല്ലാം സാധനം കൊണ്ടെല്ലാം പോകുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ ബ്രേക്കെല്ലാം പിടിച്ച് കഴിഞ്ഞപ്പോൾ ചെയ്യുന്ന പറഞ്ഞത് പ്രശ്നം. ഇപ്പം ഏലായി കേട്ടോ. ഇനി നമ്മൾ പുതിയ ഫുള്ള് കുറേ സാധനങ്ങൾ അടുത്ത് ഏതേലും വണ്ടി പറഞ്ഞാൽ അടുത്ത് ഏതോ കാർ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, നോക്കാൻ വെക്കാം. അപ്പം നമ്മൾ വീട്ടിലെത്തി. നമ്മളിവിടെ ലാൻഡ് ചെയ്യാം. ലാൻഡ് എന്ന് പറയുന്നത് നിർത്താം. ഞാൻ പോലീസ് ഡ്യൂട്ടിയെല്ലാം നടത്തുന്നുണ്ട്. ലാൻഡിങ് ഫ്ലൈറ്റിലെല്ലാം ലാൻഡ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ചെയ്യുന്ന അത് മനപ്പൊടിയെല്ലാം അടിച്ചു വാരിയെല്ലാം ചെയ്യണം. വയസ്സപ്പോൾ ഞാൻ ഇത്രയും കാണിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കണും ചെയ്യണേ.